അങ്ങനെ ഇറാന്റെ മുമ്പിൽ സാഷ്ടാംഗം മുട്ട് മടക്കിയിരിക്കുകയാണ് നമ്മുടെ ട്രംപും പിന്നെ നമ്മുടെ സംഘിയുടെ തന്തയായിട്ടുള്ള നെതന്യാഹു. വല്ലാത്തൊരു രാത്രി ഇന്നലെ കടന്നുപോയി എന്ന് എല്ലാവരും വിചാരിച്ചു. ഇന്നലത്തെ രാത്രിയോടുകൂടി ഇതാ യുദ്ധം കൊടുമ്പിരിവുള്ളും, ഇറാൻ ഇല്ലാണ്ടാക്കും, ഇറാൻ എന്ന് പറഞ്ഞ ഒരു നാഗരികത തന്നെ ലോകത്തുനിന്ന് ഇല്ലാണ്ടാക്കും എന്ന് ട്രംപ് പറഞ്ഞ് അവസാനം ട്രംപിൻ്റെ കൂടെ നമ്മുടെ സംഘികളുടെ തന്തയും ഒരുമിച്ച് തന്നെ കാല് പിടിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ തൽക്കാലം നിങ്ങൾ വെടി നിർത്തണം, വെടി നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വെടി തീരും. ഏതാണെങ്കിലും ഇനി മോദിജി വേറൊരുക്കുക അതിയ പാപ്പ എന്ന് പറയാൻ നടക്കൂലല്ലോ സംഘികളെ, അല്ലേ? നമ്മുടെ വിശ്വഗുരുവിൻ്റെ ചക്കക്കുരുവിൻ്റെ ഒരു ചെറുവിരൽ പോലും എതിരും നമുക്ക് കൊണ്ട് ഇടാൻ പറ്റുമല്ലോ, അല്ലേ? നമ്മുടെ ജിയാണ് യുദ്ധം നിർത്തിയെന്ന് പറയാൻ. പോരാത്തതിന് നമ്മളെ ഏറ്റവും വലിയ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ടു. എന്നാലും നസീം മുനീർ എങ്ങനെ ഇതിൻ്റെ ഇടയിൽ കയറി എന്നുള്ള മനസ്സിലാവാത്തത്. ഏതാണെങ്കിലും പേര് പാകിസ്ഥാന് കിട്ടി. ഇനി വരാൻ പോകുന്ന ചർച്ച, വെള്ളിയാഴ്ച വരാൻ പോകുന്ന ചർച്ച, അതും പാകിസ്ഥാനിൽ വെച്ച് തന്നെ നടക്കും. അതിന് പങ്കെടുക്കാൻ പോകുന്നത് JD വാൻസ് ആയിരിക്കും, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. പിന്നെ ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ആളുകളുമാണ്. ഏതാണെങ്കിലും യുദ്ധം താൽക്കാലികമായിട്ട് 2 ആഴ്ചത്തേക്ക് സീസ് ഫയർ നിർത്തിയിട്ടുണ്ട്. നമ്മളെ ഇന്ന് ഏറ്റവും രസകരമായിട്ടുള്ള പ്രസ്താവന എനിക്ക് തോന്നിയിട്ടുള്ളത് റോൺ ഫോർമർ US ഫെഡറൽ പ്രോസിക്യൂട്ടർ ഉണ്ട്. പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് there is no regime change. We lift all sanctions against them going back decades. They retain missile and drone capability. They control the Strait of Hormuz with extra charges and keep their enriched uranium. So much of unconditional surrender. അതായത് റെജീം ചേഞ്ച് നടന്നോ? യുദ്ധം തുടങ്ങുന്ന മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? റെജീം ചേഞ്ച് നടന്നില്ല. പിന്നെ അത് 40-40 വർഷങ്ങളായിട്ട് ഇറാൻ്റെ മേലുണ്ടായിട്ടിരുന്ന സാങ്ഷൻസ് എല്ലാം എടുത്തു മാറ്റാനുള്ള തീരുമാനത്തിലെത്തി. അവരുടെ മിസൈൽ കപ്പാസിറ്റി, ഡ്രോൺ കപ്പാസിറ്റി അവരെന്താണോ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അവർ നിലനിർത്തും. അതിലും തൊടാൻ പറ്റിയിട്ടില്ല അമേരിക്കയ്ക്ക്. ഇനി ഇത്രയും കാലം കൺട്രോൾഡ് അല്ലാതെ ഇരുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമോൺ ഇനി അവർ കൺട്രോൾ ചെയ്യും. ഹോർമോസിലൂടെ കപ്പൽ പോകണമെങ്കിൽ ചുങ്കം ഇറാന് കൊടുത്തിട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. പിന്നെ എൻറിച്ച്ഡ് യുറേനിയം അത് എവിടെ ഉണ്ടോ അത് അവിടെ തന്നെ അവർ വെക്കും. അത് തൊടാൻ പോലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും പറ്റിയില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് അൺകണ്ടീഷണൽ സറണ്ടറിലോട്ട് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ എത്തി. ഇത്ര കറക്റ്റായിട്ടുള്ള വേർഡിങ്സ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടങ്ങുമ്പം പറഞ്ഞ ഒരു കാര്യങ്ങളും നടന്നതുമില്ല. ഇപ്പം ഇറാൻ്റെ മേലുള്ള എല്ലാ വെച്ചിരുന്ന ഉപാധികളൊക്കെ തിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 10 ഇന ഉപാധികൾ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ചങ്കികളും കൃച്ചങ്കികളും മുച്ചങ്കികളും സകല എച്ചിൽ വാണങ്ങളും നിങ്ങൾ കണ്ടിടണം. നീയൊക്കെ കൂടി അവിടെ കിടന്ന് എന്തൊക്കെ കൊരയരുതട. ഉള്ളിപ്പ് എന്ന് പറഞ്ഞ സാധനം നിൻ്റെ എവിടെയെങ്കിലും ചന്തിമലെങ്കിലും തൊണ്ടി പോയിട്ടുണ്ടോ? തലേ വേണ്ട, എവിടെ വേണ്ട, അവിടെയെങ്കിലും ഉണ്ടോ? കഷ്ടം നിൻ്റെയൊക്കെ അവസ്ഥ. നിൻ്റെയൊക്കെ കരച്ചിൽ കാണല്ലോ നീ ആലോചിക്കുമ്പോഴാണ് ഒരു രസം. എന്തായാലും പോട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ കാര്യപ്പെട്ടതിലോട്ട് വരാം. ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്നും 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ട്രംപ് സമ്മതിച്ചു എന്നാണ് ട്രംപിൻ്റെ ആദ്യ പോസ്റ്റ്. ട്രംപാണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഇല്ലാണ്ടാക്കിയെന്ന് പറഞ്ഞത് ട്രംപാണ്. ട്രംപിൻ്റെ പോസ്റ്റ് കണ്ടിട്ടാണ് നമ്മൾ വരെ അറിഞ്ഞത് നമ്മുടെ G-Mindiലേക്ക്. ഏതാണെങ്കിൽ ഇവിടെയും അത് തന്നെ ട്രംപ് തന്നെയാണ് ഇത് മുന്നോട്ട് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സൈനിക ലക്ഷ്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതെ, അവിടെയും വിട്ടുകൊടുത്തില്ല. ഇനി ഏതായാലും തോറ്റി, ഇനി പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അമേരിക്കയുടെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും ഇതിനോടകം തന്നെ അത് കൈവരിച്ചത് കൊണ്ട് തന്നെ മധ്യേഷ്യയിലെ ദീർഘകാല സമാധാനം കൊണ്ടുവരുന്ന ഭാഗമാണ് ഈ വെടിനിർത്തൽ, ഭാഗമായിട്ടാണ് ഈ വെടിനിർത്തൽ എന്നാണ് ട്രംപിൻ്റെ ആദ്യ പ്രസ്താവന. അത് കഴിഞ്ഞ് ഇറാൻ്റെ 10 ഇന നിർദ്ദേശം, പാകിസ്ഥാൻ മുഖേന ഇറാൻ സമർപ്പിച്ചിട്ടുള്ള 10 ഇന സമാധാന നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് സ്വീകാര്യമായ അടിസ്ഥാനത്തിലാണെന്ന് അമേരിക്ക വിലയിരുത്തുന്നുണ്ട്. അതായത് അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞങ്ങളത് ശ്രദ്ധിക്കാം, നമുക്കത് തന്നെ വെച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. 2 ആഴ്ചത്തെ സമയം, മുൻപുണ്ടായ മിക്ക തർക്ക വിഷയങ്ങളും 2 രാജ്യങ്ങളും ഏകധാരണയിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അന്തിമവും സമഗ്രവുമായിട്ടുള്ള കരാറിലെത്താൻ ഇനി 14 ദിവസത്തേക്ക് വെടിനിർത്തൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. തിരിച്ച് ഇറാനും അങ്ങനെ തന്നെ വിചാരിക്കണം. നയതന്ത്രത്തിലെ വിജയം, ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ പ്രശ്നം പരിഹാരത്തിലേക്ക് എത്തുന്നതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും മധ്യേഷ്യൻ രാജ്യങ്ങളെ കൂടി പ്രതിനിധീകരിച്ചാണ് ഈ തീരുമാനം എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധനകളായിട്ട് പറയുന്നത് ഹോർമോസ് കടലിടുക്ക് വെടിനിർത്തൽ നിലനിൽക്കവേ ഹോർമോസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും സുരക്ഷിതമായും തുറന്നു കൊടുക്കാൻ അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണ കരാറിനായുള്ള ഉന്നതതല ചർച്ചകൾ 2026 ഏപ്രിൽ 10 വെള്ളിയാഴ്ച പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദിൽ ആരംഭിക്കുന്നതായിരിക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി
ഷെഹബാസ് ഷെരീഫിനെയും സൈനിക നേതൃത്വത്തെയും നിരന്തരമായി ഇടപെടലുകളാണ് ഈ നയതന്ത്ര വിജയത്തിന് പിന്നിലുണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് കാര്യം. ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 10 എന്താ പറയുക നിബന്ധനകൾ തൽക്കാലം ഞങ്ങൾ അംഗീകരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിനെതിരെ ഇറാൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആദ്യ പ്രതികരണം, അബ്ബാസ് അറാഗ്ചിയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെയാണ്: തങ്ങൾ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വാഷിങ്ടൺ നിർബന്ധിതരായി എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. അതിൽ ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു. മേഖലയിൽ നിന്നും അമേരിക്കൻ സൈന്യം പിന്മാറ്റം, അതുപോലെ തന്നെ ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യൽ, ഹോർമോസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം നിലനിർത്തൽ എന്നിവ ഇറാൻ്റെ പ്രധാന ആവശ്യങ്ങളാണ്. കഴിഞ്ഞ 40 ദിവസത്തെ പോരാട്ടത്തിൽ അമേരിക്കയുടെ സൈനിക ആസ്തികളിൽ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഈ 10 കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യം, ഇറാൻ്റെ മേലുണ്ടായിരുന്ന അതായത് 40 വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഉപരോധങ്ങൾ എടുത്തു നീക്കണം. അത് അമേരിക്ക എടുത്തു നിൽക്കും എന്നാണ് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള അവകാശവാദം. സ്ട്രൈറ്റ് ഓഫ് ഹോർമോൺസിലെ അതായത് ഹോർമോസ് കടലെടുക്ക് കൂടെ ഇനി ഇത്രയും കാലം പൈസ ഒന്നും കൊടുക്കാണ്ട് നിങ്ങൾക്ക് പോകാമായിരുന്നു, ഇനി അതിലൂടെ പോകണമെങ്കിൽ ചുങ്കം ഞങ്ങൾക്ക് തരണം. ഇറാന് പൈസ കെട്ടിയിട്ട് നിങ്ങൾ പോയാൽ മതി. ഇത്രയും ദിവസം ഇത്രയും ഒരു കാര്യമില്ലാണ്ട് യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നാശനഷ്ടങ്ങളുടെ എന്താ പറയുക ഒരു ബദൽ എന്നുള്ള രീതിയിൽ ഇനി ഇവിടെ ചുങ്കം തന്നിട്ട് നിങ്ങൾ പോയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പൈസ അതായത് നഷ്ടപരിഹാരം നിങ്ങൾ അമേരിക്ക തന്നിരിക്കും. ഇതായിരുന്നു ഇറാൻ്റെ പിന്നെ ഒരു പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്ന്. ഇനി ഇറാൻ്റെ മാത്രമല്ല ലബനോനിലോട്ടും ഇറാനിലോട്ടും അതുപോലെ തന്നെ ഇറാൻ്റെ ഹൂത്തികളിലോട്ടും ഹിസ്ബുള്ളയുടെയൊക്കെ മേലെ ഉള്ള ആക്രമണങ്ങൾ കംപ്ലീറ്റ്ലി 0 ആക്കി അമേരിക്ക കുറയ്ക്കണം. അമേരിക്കയും ഇസ്രായേലും കുറച്ചിരിക്കണം. അതും ഏകദേശം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെയുള്ള മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, യുറേനിയം ഞങ്ങൾ എവിടെ സൂക്ഷിക്കണം, എങ്ങനെ ഉണ്ടാക്കണം, എപ്പോൾ ഉണ്ടാക്കണം, എവിടെ ഉണ്ടാക്കണം, എവിടെ ഇട്ട് പൊട്ടിക്കണം, ഇത് ഞങ്ങൾ ആലോചിക്കും. അതും അമേരിക്ക തൽക്കാലത്തേക്ക് അംഗീകരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അതും ഒന്നുമല്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം റെജീം ചേഞ്ച്. ഇറാനിലെ റെജീം നിങ്ങൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ഒരു പാവ സർക്കാരിനെ വെക്കാമെന്ന് വിചാരിച്ചു. അത് നടക്കില്ല. ആര് ഭരിക്കണം ഇറാൻ എന്നുള്ളത് ഇറാനിലെ ജനങ്ങളും ഇറാൻ ഭരിക്കുന്ന ആളുകളും തീരുമാനിക്കും. അതിനും അമേരിക്കയും ഇസ്രായേലും സാഷ്ടാംഗം നമിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞങ്ങളെ കൊണ്ട് പറ്റൂല, കൂട്ടിയാൽ കൂടൂല മക്കളെ എന്നും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഇറാൻ്റെ ഡ്രോണും അതുപോലെ തന്നെ മിസൈലുകളുടെയും പ്രൊഡക്ഷൻ അതും ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ രാജ്യത്ത് എന്തുണ്ടാക്കണം, എവിടെ ഉണ്ടാക്കണം, എപ്പോൾ ഉണ്ടാക്കണം, അതിൽ നിങ്ങൾ തൊടാൻ വരേണ്ട. അങ്ങനെ അതും അങ്ങോട്ട് സമ്മതിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ. അതായത് ഇറാൻ പറഞ്ഞത് എന്തോ അവിടെ യുദ്ധം എത്തി, അല്ലെങ്കിൽ അവിടെ അമേരിക്കനെയും പിന്നെ സംഘികളുടെ തന്തനെയും എത്തിച്ചു. ഇതാണ് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയേണ്ട ഒരു കാര്യം. ഒന്നും പറയാനില്ല വേറെ. സംഭവം കയ്യിൽ നിന്ന് പോയി ഇതങ്ങോട്ട് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഈ ട്രംപിൻ്റെ നിലപാടുകളിലെ ചില കാര്യങ്ങൾ, തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിച്ച് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നതെങ്കിലും സമാധാന ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വെടിനിർത്തൽ കാലയളവിൽ ഹോർമോസ് കടലിടുക്ക് തുറന്നു കൊടുക്കാം എന്ന് ഇറാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ 14 ദിവസത്തിൻ്റെ ഇടയിലായിരിക്കും ഇനി അതിലൂടെ പോകുന്ന കപ്പലുകളുടെ ചുങ്കവും മറ്റു കാര്യങ്ങളും തീരുമാനിക്കാൻ പോകുന്നത്. ഇനി ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ അങ്ങ് പറയില്ല. ലോകരാജ്യങ്ങളുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ അറിയിച്ചു കൊണ്ടിട്ടുള്ള ഒരു നിലപാട് UN-ൻ്റെ അണ്ടറിൽ സൈൻ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഉപാധി വെച്ചിട്ടുള്ളത്. അത് ചെയ്യും എന്നാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള, വാഷിങ്ടൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പോഴത്തെ കൺഫർമേഷൻ. ഇനി മധ്യസ്ഥ ശ്രമങ്ങളാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. നിങ്ങൾ ആലോചിക്കണം, പാകിസ്ഥാൻ ഈ നയതന്ത്ര നീക്കങ്ങളിൽ പാകിസ്ഥാനാണ് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവിയുമാണ് ട്രംപുമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുള്ളതും. ഇന്നലെ വൈകിട്ട് അബ്ബാസ് അറാഗ്ചിയുമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് യുദ്ധം നിർത്തൽ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സീസ് ഫയറിലോട്ട് ഈ കാര്യങ്ങൾ എത്തിയത് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ കൊണ്ട് ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റിയില്ല. വിശ്വക്കുരു ചക്കക്കുരു എന്ന് പറഞ്ഞ് നടന്ന് ഈ സംഘികളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമുള്ള നമ്മുടെ ഗുരുവിന് ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു വാക്ക് പോലും മിണ്ടാനും പറ്റിയിട്ടില്ല. ഇറാൻ്റെ കൂടെ അല്ലെങ്കിൽ ഇറാനോട് നല്ലത് സംസാരിക്കേണ്ട സമയത്ത് പോലും നമ്മൾ വാലും മടക്കി കുത്തിരിക്കുകയായിരുന്നു വീട്ടിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ പോലത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ത്രട്ട് തരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് നല്ലൊരു ബന്ധത്തിലോട്ട് ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഇനിയൊരു നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ക്ലാഷ് വരുമ്പോൾ അമേരിക്ക ഏത് രീതിയിൽ പാകിസ്ഥാനെ സഹായിക്കും എന്നുള്ളത് നമുക്ക് എന്നൊരു ത്രട്ട് തന്നെ ആയിരിക്കും. ഇതിന് പറഞ്ഞിട്ട് സംഘികളെ നിങ്ങൾ അമേരിക്കയും ഞങ്ങൾ തോൽപ്പിക്കും, ഞങ്ങൾ പാകിസ്ഥാനെയും ഞങ്ങൾ തോൽപ്പിക്കും എന്നൊന്നും ഇവിടെ വന്ന് കമൻ്റ് ഇടാൻ നിൽക്കരുത്. കാരണം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടിയില്ല, അത് അവർ ചെയ്തു. അത് തന്നെ പറയാനുള്ളത്. അത് ഭാവിയിലേക്ക് നമുക്കിട്ടുള്ള പണിയാണെന്നും കൂടെ ചിന്തിച്ചാൽ നിനക്കൊക്കെ നന്ന്. ഇനി പാകിസ്ഥാനിലും കൂടെ അമേരിക്കയുടെ ഒരു ബേസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പൂർണ്ണ വിശാലമായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കും. ഒരു സൈഡിൽ ചൈന അടിക്കും, ഒരു സൈഡിൽ അമേരിക്ക അടിക്കും, ഒരു സൈഡിൽ പാകിസ്ഥാൻ അടിക്കും. അങ്ങനെ മൊത്തത്തിൽ ശത്രുക്കളുടെ ഇടയിൽ നിൽക്കേണ്ട അവസ്ഥ ഇന്ത്യയിലെ ഒരു അവസ്ഥയാക്കി മാറ്റുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, ഏതായാലും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി വേറെ കാര്യം കേട്ടോ, ഇന്ന് മുതൽ സംഘി ചാനലുകളൊക്കെ നമ്മുടെ മോദിജിയാണ് ചിലപ്പോൾ ഇനി യുദ്ധം നിർത്തിയതെന്ന് പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളും വരും. നിങ്ങൾ കണ്ടോ, നമുക്ക് ചിരിച്ച് കൈയടിക്കാനുള്ള വകകൾ ഇനി വരുന്നുണ്ട്.
അപ്പം ഇനി ഈ ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് അനിശ്ചിതത്തിൽ തുടരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു ശാശ്വതമായിട്ടുള്ള കരാറല്ല, 14 ദിവസത്തേക്ക് മാത്രമുള്ള ഒരു സീസ് ഫയർ മാത്രമാണ്. ഇതിൻ്റെ ഇടക്ക് പലവട്ടം കരാർ വന്ന സമയത്തും ഈ പറഞ്ഞ ഇസ്രായേൽ അമേരിക്കനെ മുപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ വന്ന് അടിച്ച് ഇസ്രായേൽ ഒരുമിച്ച് അടിച്ച ചരിത്രം എന്തുണ്ട്? അതുകൊണ്ട് തന്നെ ഈ വരുന്ന 14 ദിവസം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടത്. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ന്യൂസ് വന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു അംഗീകാരം വന്നതേ ഉള്ളൂ. ഇതിനെ ഇനി ഈ ചതിയന്മാരായിട്ടുള്ള സംഘികളുടെ തന്തയുടെ ഫ്രണ്ടും കൂടെ ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ആൻഡ് സീന്നേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പം ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചതിയന്മാർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാത്ത ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ആൻഡ് സീ അത് അക്കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇനി മറ്റ് ചില കാര്യങ്ങൾ പറയാനുള്ളത് ചില വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് സൈഡിൽ കാണുന്ന വീഡിയോ ക്ലിപ്പ് ഇന്നലെ രാത്രി ഇറാനിയൻ ജനത അവരുടെ വിക്ടറി, അവരുടെ വിജയം ആഘോഷിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ ഈ കാണുന്നത്. ജനങ്ങൾ മൊത്തം, അതായത് ഏത് റെജീം ചേഞ്ച് വേണം അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ അമേരിക്ക എന്തോ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇന്നലെ അമേരിക്കയുമായിട്ടും അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടുള്ള വിജയം ആഘോഷിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടത്. ഇന്നലെ രാത്രിയോടുകൂടി ആ ഒരു എന്താ പറയുക, ആ ഒരു നാഗരികത തന്നെ ഇല്ലാണ്ടാക്കും എന്ന് പറഞ്ഞ അമേരിക്കയുടെ മുമ്പിൽ ആ രാജ്യത്തെ സകല ജനങ്ങളും അവരാക്രമിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പവർ പ്ലാന്റുകളിലും അതുപോലെ തന്നെ പാലങ്ങളുടെ മേലും മറ്റ് റിഫൈനറീസിൻ്റെ ഒക്കെ മുമ്പിൽ ഒരു മനുഷ്യ ചങ്ങല തീർത്തിട്ട് നടന്ന ആളുകളാണ് അവർ. അതായത് വരുന്നത് മിസൈലാണ് അവർക്ക് നല്ലപോലെ അറിയാം. വരുന്നത് തോക്കുകളും മിസൈലുകളും പീരങ്കികളും അതല്ലെങ്കിൽ വലിയ വലിയ ബോംബുകളും ഇങ്ങനത്തെ സാധനങ്ങളാണ് അറിഞ്ഞിട്ട് പോലും അതിൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങളും കൂടെയാണ് മരിച്ചോളാം എന്ന് തീരുമാനിച്ച് മനുഷ്യച്ചങ്ങല അവർ തീർത്തത് വെറുതെ അല്ല എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ വിജയം മുമ്പ് കണ്ടിട്ട് തന്നെയാണ്. അതായത് അവർക്ക് അവരുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. നമ്മളിവിടുന്ന് ഈ പറഞ്ഞ ഫേസ്ബുക്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും കമൻ്റ് ഇടുന്ന സംഘികളുടെ തന്തയുടെ വിലയല്ല അവർക്കുള്ളത്. അവർക്ക് ഒറ്റ തന്തക്ക് പറഞ്ഞ നല്ല ചൊണ അവർ കാണിച്ചിട്ടുണ്ട്. ആ കാണിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു താൽക്കാലിക ഈ സീസ് ഫയർ യുദ്ധവിരാമം എത്തിയത് എന്ന് നമുക്ക് പച്ചക്ക് പറയാൻ പറ്റും. അതിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംഘികൾ തിരിഞ്ഞോടൂലേ? പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമുള്ള സമയത്ത് വാട്സപ്പിൽ വലിയ എന്താ പറയുക കമൻ്റ് ഇട്ട് കളിച്ചു എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും നമ്മുടെ സംഘികൾ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സംഖ്യകളൊന്നും ഇവന്മാരെ കൊണ്ടൊന്നും പറ്റൂല. ഇവന്മാരൊക്കെ വെറും വേണ്ട. ഞാൻ അതിൽ കൂടെ രാവിലെ തന്നെ ഇവന്മാരെ തെറി വിളിച്ചിട്ട് ദിവസം ഇതാക്കുന്നില്ല. ഏതാണെങ്കിലും യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. ചരിത്രപ്രധാനമായിട്ടുള്ള വിജയം ഇറാന് കൈവരിച്ചിട്ടുണ്ട്. ചരിത്രപ്രധാനമായിട്ടുള്ള തോൽവി അമേരിക്കയും ഇസ്രായേലും സമ്മതിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇസ്രായേലിൽ ഇരിക്കുന്ന കുറേ ചങ്കികളുണ്ടായിരുന്നല്ലോ, ക്രിച്ചങ്കികളും അല്ല എന്താ പറയലേ, നിങ്ങളെന്തോ ഇറാനെ തീർക്കുന്നോ, മൂക്കുപ്പൊടി വലിക്കുന്നോ, മൂക്ക് കയറ്റി ചീറ്റുന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചീഞ്ഞളിഞ്ഞ് നാറകളെ നിങ്ങളെല്ലാവരും കൂടെ ഇനി എന്തൊക്കെ ചെയ്യും എന്നിങ്ങനെ ഇനി തിരിഞ്ഞ് ആമ്പടം പറഞ്ഞ് കിടന്നിട്ട് വീഡിയോ ചെയ്യേണ്ടി വരും. ഞങ്ങളാണ് ജയിച്ചത്, ഞങ്ങളുടെ തന്ത ജയിച്ച്, ഞങ്ങളുടെ ഇസ്രായേലി തന്ത ഞങ്ങളെ ജയിപ്പിച്ചതെന്നും പറഞ്ഞ് ഇനി കമൻ്റ് ഇടേണ്ടി വരുമല്ലോ അല്ലേ? ഏതായാലും കുഴപ്പമില്ല. അപ്പം മറ്റുള്ള അപ്ഡേറ്റുകൾ വരട്ടെ. ഇനി ബാക്കി എന്താണ് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. നാളെ ഇലക്ഷനാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു. ഇറാൻ്റെ സൈഡിൽ നിന്നും ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും അമേരിക്കൻ പട്ടാളക്കാരും മറ്റ് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് പല രാജ്യക്കാരും ഒരുപാട് പേര് മരണപ്പെട്ടു. അവരുടെ കുടുംബത്തിനും അവർക്കും പോയി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും അല്ലേ? യുദ്ധം ഒന്നും ഒരു പരിഹാരമല്ല, എങ്കിലും യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യുന്നേ വേണം. ഒരുപാട് പേരുടെ ജീവനും ജീവിതത്തിനൊക്കെ അപകടം തന്നെയാണ് യുദ്ധം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.